ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവമക്കളുമായി കർത്താവിൻ്റെ തിരുവചനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് തായ്ലൻഡ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ പ്രസംഗങ്ങൾ ശുശ്രൂഷകളൊക്കെ കണ്ടിട്ട് പലരും വിളിച്ച് പല പ്രാർത്ഥനാ വിഷയങ്ങളും ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഈ സമയം ഞങ്ങൾ ടീമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായും നമുക്ക് വളരെയധികം പരിചയ സമ്പന്നതയുള്ള ഒരു വേദഭാഗമാണ് സങ്കീർത്തനങ്ങൾ 16. അതിൻ്റെ മുകൾ ഭാഗത്ത് ദാവീദിൻ്റെ സങ്കീർത്തനം, ദാവീദിൻ്റെ സ്വർണ്ണ സംഗീതം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ദാവീദിൻ്റെ സ്വർണ്ണ സംഗീതം എന്ന് പറയുമ്പോൾ അതിന് അത്രയും പ്രാധാന്യവും അത്രയും ഭംഗിയും. കാരണം ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളൊക്കെ ഏറെക്കുറയും പാട്ടുരൂപത്തിലാണ്, ഗാനരൂപത്തിലാണ്. അത്രയ്ക്കും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനാണ് ദാവീദ്. ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നു ആത്മീക മണ്ഡലങ്ങളിലൊക്കെ, എങ്കിലും ദൈവം നിലനിർത്തി അനുഗ്രഹിക്കപ്പെട്ട ഈ 16 സങ്കീർത്തനത്തിൽ നിന്നും ഈ പ്രഭാതത്തിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടാം. ഇന്നത്തെ ഈ പ്രഭാത ധ്യാനത്തിനായി സങ്കീർത്തനം 16 അതിൻ്റെ 1-2 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. ദാവീദ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളേണമേ. അതിൻ്റെ അടുത്ത ഭാഗ്യത്തിൽ പറയുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാണനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശ്രേഷ്ഠവുമേറിയതായ ഈ കർത്തൃ ദിവസത്തിലെ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ അവിടുത്തെ തിരുവെഴുത്തുകളെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ധ്യാനം കർത്താവ് എല്ലാ അവിടുത്തെ മക്കൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് അനുസരിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ അടിയനെയും ബലപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ഇവിടെ ദാവീദ് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ വ്യക്തമായി ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. എന്നെ ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരാണ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ശരണമാക്കി ജീവിക്കുന്നത്? ദാവീദ് വളരെ സന്തോഷത്തോടെ ആ സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണം. അപ്പോൾ ദാവീദ് പറയുന്നത്, വചനത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ്, ആരൊക്കെയാണോ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നത്, ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നത്, അവരെ ദൈവം കാത്തുകൊള്ളും എന്നാണ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം. ആരൊക്കെ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നുവോ, ആരൊക്കെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുവോ, അവരെ തള്ളിക്കളയുന്ന ദൈവമല്ല, അവരെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവരെ അനാഥനായി വിടുന്ന ദൈവമല്ല, മറിച്ചോ അവിടെ പറയുന്നു, അവരെ ഞാൻ കാത്തുകൊള്ളും. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലവിധമായ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലൂസിഫർ അഥവാ സാത്താൻ കൊണ്ടിടും. എന്നാൽ ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന, ദൈവത്തെ ശരണമാക്കിയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങളെങ്കിൽ, വാസ്തവമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരെ ആ പ്രതികൂലത്തിൽ ഞാൻ തള്ളിക്കളയുകയില്ല, ആ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല,
മറിച്ച് അവരോട് കൂടെയിരുന്ന് ഞാൻ അവരെ കാത്തു രക്ഷിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ഒന്നാമതായി ദൈവത്തിന്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ആമേൻ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുവാൻ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആരൊക്കെയാണോ ദൈവത്തിൽ പ്രിയം വച്ചിരിക്കുന്നത്, ആരൊക്കെയാണോ ദൈവ ആത്മാവിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്, അവരെ ദൈവം പരിപാലിക്കും, കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഒന്ന്, അവരെ ദൈവം കാത്തു സൂക്ഷിക്കും. രണ്ടാമത്, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തിൽ ശരണമാക്കിയിരിക്കുന്നത് കൊണ്ട് എന്നെ ദൈവം കാത്തുകൊള്ളുക മാത്രമല്ല, എനിക്ക് ആമേൻ ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒന്നാമതായി അവൻ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു മാത്രമല്ല, രണ്ടാമതായി അവൻ എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നു. നോക്കുക, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും എന്നാണ് പറയുന്നത്. നമ്മൾ നശിച്ചു പോകുന്ന അവരായിട്ടല്ല, ദൈവം നമുക്ക് നേർപാതയിലൂടെ നടക്കുവാൻ, ദൈവ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, ദൈവ നന്മകളെ പ്രാപിപ്പാൻ, നമ്മളെ ദൈവം കുടയിരുന്ന് വഴി നടത്തുവാൻ, രണ്ടാമതായി ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ ദൈവം ഒരിക്കലും അനീതിയുടെ ബുദ്ധിയല്ല ഉപദേശിച്ചു തരുന്നത്, എങ്ങനെയെങ്കിലും ജീവിക്കേണ്ട ബുദ്ധിയല്ല ഉപദേശിച്ചു തരുന്നത്, മറിച്ച് ഇവിടെ പറയുന്നു ആമേൻ സൽബുദ്ധി. ഹല്ലേലൂയ, അവിടെ പറയുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ ബുദ്ധിക്കൊത്തവണ്ണം നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും പരാജയം കടന്നു വരുന്നില്ല. രണ്ട്, ഒന്ന് ദൈവം നമുക്ക് ദൈവത്തിൽ അഭയം പ്രാപിച്ച് ശരണമാക്കി ജീവിച്ചാൽ ഒന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു, നമ്മളെ കാത്തുകൊള്ളുന്നു. രണ്ട്, അവരെ ദൈവം ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നു. ഹല്ലേലൂയ എന്നാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ ആ ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ നമ്മൾ ആയിത്തീരണം. ഈ മെസ്സേജ് അവസാനിക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിത്തീരുവാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സംരക്ഷണയാണ് ദാവീദിന് ദൈവം കൊടുക്കുന്നത്. കാരണം ദാവീദ് യഹോവയിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. എന്താണ് ദൈവം ദാവീദിനെ കാത്തുകൊള്ളണമേ എന്ന് ദാവീദ് പറയുകയാണ്. ഞാൻ നിന്നിൽ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളും. പല മേഖലകളിലും ദാവീദിനെ ദൈവം കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. മനാന്തരത്തിലായിരുന്നപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം ദാവീദിനെ കാത്തു പരിപാലിച്ചു. അതുപോലെ തന്നെ ഫെലിസ്ത്യർ സൈന്യവുമായിട്ട് ഒരു ഭയങ്കരമായ അംഗമുണ്ടായി. അവിടെയും ആമേൻ ദാവീദ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിതാ ഫെലിസ്ത്യരെ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്നു. അതിനെക്കുറിച്ച് ആധികാരികമായി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നോക്കുക, ദൈവം ദാവീദിനെ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് ദാവീദ് പോയെടുത്തൊക്കെയും കൂടെ ഇരുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ദാവീദ് പോയെടുത്തൊക്കെയും കൂടെ ഇരുന്നത്? ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു, ദൈവമായിട്ടുള്ള ഒരു ആത്മീക ബന്ധം പുലർത്തുന്ന മനുഷ്യനായിരുന്നു. ആമേൻ. അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവനല്ല. യേശു കർത്താവ് പറയുന്നതനുസരിച്ച് തന്റെ ജീവിതത്തെ ആമേൻ ദൈവം പറയുന്ന അനുസരിച്ച് തന്റെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവനായിരുന്നു ദാവീദ്. ആയതുകൊണ്ട് 10,000 ലക്ഷങ്ങൾ തനിക്കെതിരെ ഫെലിസ്ത്യർ മല്ലന്മാർ കടന്നു വന്നിട്ട് ഒരു സ്വോത്ര സഞ്ചിയിൽ കുറച്ച് കല്ലും ഒരു കമണയും എടുത്തുകൊണ്ട് ആ ഫെലിസ്ത്യർ സൈന്യത്തിനെതിരെ നേരിടുവാൻ ദാവീദ് പറയുന്നു, എനിക്കതിന് കഴിയത്തില്ല. ശൗലും പറഞ്ഞു, നിനക്കതിന് കഴിയത്തില്ല. എന്നാൽ ദാവീദ് ശൗലിനോട് പറഞ്ഞു, ശൗലേ, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം എന്നെ സ്വോത്ര ബലപ്പെടുത്തി, സ്വോത്രം എന്നെ ആത്മാഭിഷേകം ചെയ്ത എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം 1,00,000 അല്ല, 10,000 ലക്ഷമല്ല ശത്രുക്കൾ എനിക്കെതിരെ കടന്നു വന്നാലും ആ ശത്രുവിനെ ജയിക്കുവാനുള്ള ശക്തി എന്റെ ഉള്ളിൽ ഇരിക്കുന്നവനുണ്ട്. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനത്രേ, അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനത്രേ. പ്രൈസ്
God. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഈ ദൈവാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ സഹോദര, നിന്റെ ഉള്ളിലുണ്ടോ സഹോദരി? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് ഈ ആമേൻ മെസ്സേജ് കേട്ടതിന് ശേഷം നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ലോകത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, ഈ ലോക പ്രലോഭനങ്ങളെ ജയിക്കുവാൻ, ഈ ലോകത്തിൽ അന്ധകാര ശക്തിയെ ജയിക്കുവാൻ, സാത്താനെ ജയിക്കുവാൻ, ദൈവമേ ആ ദാവീദിന്റെ മേൽ ദാവീദിനെ അഭിഷേകം ചെയ്ത ദൈവമേ എൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകർന്ന് എന്നെ ശക്തീകരിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടോ. എന്തുകൊണ്ടാണ് തകർച്ച മാറുന്നില്ല? ഓ ഞാൻ സ്നാനപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. എന്തുകൊണ്ട് പ്രലോഭനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു, തകർച്ചകൾ കടന്നു വരുന്നു? ഇല്ല, ഓ ദാവീദിനെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഓ ഫെലിസ്ത്യർ എല്ലാവരും ആമേൻ ചിന്തിച്ചു, ഓ ശൗല് ചിന്തിച്ചു. എന്നാൽ പ്രതീക്ഷയ്ക്കും അപ്പുറമായി, ഓ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി, നമ്മൾ നനയ്ക്കുന്നതിലും അപ്പുറമായി നമ്മളെ കുടയിരുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചോ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തെ സ്തോത്രം ചെയ്താട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ. യിരെമ്യാ പറയുന്നു, ഞാനോ സകലയിടത്തിൻ്റെയും ദൈവമാകുന്നു, യഹോവയാകുന്നു, എനിക്ക് കഴിവില്ലാത്ത വല്ല കാര്യവുമുണ്ടോ? അഭിഷേകമുള്ള ഒരു ദൈവ പൈതൽ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുക, ഓ ശത്രുക്കൾ തകർന്നു വീഴും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഓ ഹല്ലേലൂയ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയണം, കഴിയണം. ഓ കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കുന്നത് കൊണ്ട് നീ എന്നെ കാത്തുകൊള്ളണമേ. ദാവീദിനെ ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി. ഒരു കേടുപോലും പറ്റാതെ ആമേൻ ഒരു കല്ല് ഒരു കവണയും കൊണ്ട് ഫെലിസ്ത്യരെ തകർക്കുവാൻ, ഫെലിസ്ത്യർ മല്ലനെ തകർക്കുവാൻ ഓ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന് കൃപ നൽകി. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഓ ഇതെങ്ങനെയാ സംഭവിച്ചത്? ഹല്ലേലൂയ. ഓ ദാവീദിന്റെ മേൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ അഭിഷേകം അത്രേ, ദൈവിക കൃപയത്രേ, ദാവീദിന്റെ പ്രാർത്ഥനയത്രേ. ഓ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ അത്ഭുതം നടക്കേണ്ടതിന്, ഈ വീര്യപ്രവൃത്തി ദാവീദിന്റെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ഓ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അല്പനേരം. ഓ അവൻ ഈ 6 പേരും അപ്പന്റെ കൂടെ താമസിച്ചപ്പോൾ, 6 പേരും അപ്പന്റെ കൂടെ ജീവിച്ചപ്പോൾ, 7ാമതൊരുവനുണ്ടല്ലോ ദാവീദ്, അവന്റെ വാസം എവിടെയായിരുന്നു? അവന്റെ ജോലി എന്തായിരുന്നു? ഹല്ലേലൂയ. അവൻ വനാന്തരത്തിലായിരുന്നു, അവൻ വനാന്തരത്തിലായിരുന്നു, അവൻ ആടുകളെ മേച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അവന് ഒരു നല്ല ഭക്ഷണം ലഭിച്ചു കാണത്തില്ല, അവനൊരു നല്ല ആഹാരം ലഭിച്ചു കാണത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അവൻ വനാന്തരത്തിലായിരുന്നു, അവന്റെ വാസം അവിടെയായിരുന്നു. 6 പേരും ആമേൻ ഈശായി അപ്പച്ചനോടൊപ്പം സുഖലോലിഭരായി കഴിയുമ്പോൾ അവൻ വനാന്തരത്തിൽ ആടുകളെ മേച്ച ഓ അതിൻ്റെ നാറ്റം വഹിക്കുന്ന അനുഭവത്തിൽ ആമേൻ ജീവിച്ചവനാണ്. മാത്രമല്ല ആടുകളെ സംബന്ധിച്ച് നമുക്കറിയാം പ്രിയ ദൈവമക്കളെ, 2 വിധത്തിലുള്ള ആടുകൾ, കോലാടുകൾ, ചെമ്മരി ആടുകളാം. ആമേൻ. അതിൻ്റെ ഇടയിൽ കിടന്ന ദാവീദ്, അവൻ അല്പസമയം നിന്ദിക്കപ്പെട്ടത്, അല്പസമയം അവൻ പരിഹസിക്കപ്പെട്ടത്, അല്പസമയം അവൻ ഭാരപ്പെട്ടത് അവന്റെ തകർച്ചയ്ക്കല്ല, അവന്റെ ഉയർച്ചയ്ക്കായിരുന്നു. പിന്നെ തേരിൽ അപ്പനോടൊപ്പം സുഖമായി കഴിഞ്ഞ മക്കള് മനസ്സിലാക്കിയത് ഇവൻ വനാന്തരത്തിലായിരുന്നത്, ഓ ആടുകളെ മേച്ചുകൊണ്ട് നടന്നത് ഇപ്രകാരം ഒരു വലിയ പദവിയിലേക്ക് ഇവനെ എത്തിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. ദാവീദിനെ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഇന്നെൻ്റെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഓ കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടിയില്ല, എൻ്റെ ജീവിതത്തിനൊരു സമാധാനമില്ല, എൻ്റെ ജീവിതത്തിന് സ്വസ്ഥതയില്ല. ഓ ഞാൻ പല ഇന്റർവ്യൂകളെ എഴുതിയിട്ട് എനിക്കൊരു വിടുതലും ഒരു ജോലിയും ലഭിക്കുന്നില്ല, പല ഡോക്ടർമാരെ കണ്ടിട്ടോ എൻ്റെ രോഗത്തിനൊരു ശമനമില്ല. ഇന്ന് പകൽക്കാലം ഞാൻ അവരോട് ദൈവാലോചന കൈമാറി തരുന്നു. നീ വേദനപ്പെടുന്നത്, നീ ഭാരപ്പെടുന്നത്, നീ ജോലിക്ക് വേണ്ടി പല ഇന്റർവ്യൂകളും എഴുതുന്നത് നിന്റെ തകർച്ചയ്ക്കല്ല,
മറിച്ച് നിന്റെ ഉയർച്ചയ്ക്കായി തന്നെയായി തീരും. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ദാവീദ് പറയുന്നത് പോലെ നമുക്കും പറയുവാൻ കഴിയണം. പ്രിയ ദൈവമക്കളെ, യേശുപ്പാ, ഞാൻ നിന്നെ ഇതുവരെയും എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഇതുവരെയും അപ്പന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല. ദാവീദ് അപ്പാ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തിലായിരുന്നു. ദൈവ സാന്നിധ്യം എന്തെന്നറിയത്തില്ല. എന്നാൽ അവനെ തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അഭിഷേകം ചെയ്തപ്പോൾ അവനൊരു പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി, ആത്മരക്ഷയുടെ ആത്മശക്തിയുടെ ഉടമയായി തീർന്നു. ആ ആത്മശക്തിയുടെ ഉടമയായി ദാവീദ് തീർന്നപ്പോഴാണ് പ്രതികൂലങ്ങൾ കടന്നു വന്നത്. അവിടെയെല്ലാം ജയിപ്പാൻ ദാവീദിന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത ആത്മാവിനാൽ കഴിഞ്ഞു എന്ന നഗ്ന സത്യം ഞാൻ എൻ്റെ മാന്യ പ്രേക്ഷകരോട് വിളിച്ചറിയിക്കുകയാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ദൈവം എന്നെ കാത്തുകൊണ്ടു. ഞാൻ ശരണം പ്രാപിച്ചത് ദൈവത്തിലാണ്, ഞാൻ എന്നെ സമർപ്പിച്ചത് ദൈവത്തിലാണ്. ആയതുകൊണ്ട് മാത്രം ദൈവം എന്നെ കാത്തുകൊണ്ടു. പ്രതിസന്ധികൾ ദൈവം എന്നെ വിടിവിച്ചു, ദൈവം എൻ്റെ കൂടെ ഇരുന്നു എന്ന് ദാവീദ് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. മൂന്നാമതായി ദാവീദ് പറയുന്നു, സ്തോത്രം, അതിന്റെ 8ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതേ, പ്രതികൂലം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ ദാവീദ് തകർന്നു പോകാത്തത്, ദാവീദ് കുലുങ്ങി പോകാത്തത്, ദാവീദ് ഭയപ്പെട്ട് പിന്തിരിഞ്ഞു ഓടാത്തത് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. 8ാം വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഞാൻ അവൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. ഇന്ന് ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ദാവീദിനെ പോലൊരു തീരുമാനമെടുക്കാം. കർത്താവേ, നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, നീ എന്നെ വഴി നടത്തുന്നത് കൊണ്ട് ഏത് പ്രതികൂലത്തിലും ഞാൻ ഭയപ്പെടുകയില്ല. നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. ഞാൻ എപ്പോഴും നിന്നെ വാഴ്ത്തുന്നത് കൊണ്ട്, എപ്പോഴും നിന്നെ സ്തുതിക്കുന്നത് കൊണ്ട്, നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ഹല്ലേലൂയ ഭയപ്പെടുകയില്ല. ഈ ഒരു പ്രത്യാശ ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഹൃദയത്തിനകത്ത് തിരുവാൻ ദൈവത്തിന് ദാവീദിനെ പോലെ ഇടം കൊടുക്കുക. ആ കർത്താവ് നമ്മുടെ ഉള്ളിനകത്ത് വസിക്കട്ടെ. യേശുവേ, അങ്ങൻ്റെ ഉള്ളിൽ വരണമേ. അങ്ങൻ്റെ ഉള്ളിനകത്തിരുന്നാൽ ഏത് പ്രതികൂലത്തിൽ എന്നെ വിടിവിപ്പാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രാണനാഥന് കഴിയും. തീരുമാനമെടുക്കാമോ? എത്ര പേർ തീരുമാനമെടുക്കും? ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവസാനം നമ്മൾ പറഞ്ഞ് ഒന്നുകൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഞാൻ അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങിപ്പോലെ. എപ്പോഴും ദൈവമായിരിക്കട്ടെ നമുക്കൊന്നാം സ്ഥാനം. ഹല്ലേലൂയ. യേശുവപ്പനായിരിക്കട്ടെ നമുക്കൊന്നാം സ്ഥാനം. ദൈവമായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ. ആ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ദൈവവചനം പറയുന്നതനുസരിച്ച് നമ്മൾ പോയാൽ ഏത് പ്രതികൂലത്തെ നമ്മൾ കുഴുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വേദപുസ്തകം പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലം പരിചയാകുകയില്ല. അവനെ ഞാൻ കരം പിടിച്ച് വീണുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രാണനാഥൻ എന്നെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ചു, എന്നെ ശുശ്രൂഷ നിർത്താനിടയാക്കിയെങ്കിൽ നിങ്ങളെല്ലാവരും നാളുകളിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന് ദൈവാനുഗ്രഹങ്ങളാൽ ദൈവം നിങ്ങളെ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ഈ കർത്തൃ ദിവസ പ്രഭാതത്തിനായി സ്തോത്രം. കേൾപ്പിച്ച ദൈവജനത്തിനായി നന്ദി. ദൈവമേ, നിന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് നീ ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരിക്കും. അവരെ നീ സംരക്ഷിക്കും. അവർക്ക് നീ നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. മാത്രമല്ല, അവർ നിന്നെ ആരാധിക്കുന്നത് കൊണ്ട്, നിന്നെ മഹത്വപ്പെടുത്തുന്നത് കൊണ്ട് ഒരിക്കലും അവർ കുലുങ്ങിപ്പോകുവാൻ
നീ അനുവദിക്കത്തില്ല. അങ്ങനെ ദൈവമായിട്ടുള്ളൊരു കെട്ടപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവമേ നീ സഹായിക്കണം, കൃപ ചെയ്യണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ശ്രേഷ്ഠവും അനുഗ്രഹവുമേറിയതായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കേൾപ്പിച്ച വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കിയത് കൊണ്ട് സ്തോത്രം. കേട്ട വചനപ്രകാരം തന്നെ ജീവിച്ച ദൈവമേ, നിൻ്റെ വരവരെയും തകർന്നു പോകുവാൻ ശത്രു പലവട്ടം കടന്നു വന്നിട്ട് തകർക്കാൻ കഴിയാതെ ശത്രു പരാജയപ്പെട്ട ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം, വചനത്തിൽ വളരുവാൻ സഹായിക്കണം. എല്ലാ മഹത്വത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അതിനിടയിലും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ശുശ്രൂഷകളുടെ നിങ്ങൾക്ക് ആവശ്യമെന്ന് വരികിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ഒരുമിച്ച് കൂടി വരും വരെയും ദൈവം നമ്മളെല്ലാവരെയും ഉള്ള കരത്തിൽ വഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.